5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. കനിമൊഴി, നിങ്ങൾ സനാതന ധർമ്മത്തിൻ്റെ ഉൽപ്പന്നമാണ്. ഇന്ത്യൻ ഹിന്ദുത്വത്തെ അല്ലെങ്കിൽ ഹിന്ദു സംസ്കാരത്തിൻ്റെ ഉപോൽപ്പന്നമാണ് കനിമൊഴി. ഞാനിത് പറയാൻ കാരണം, ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ 2ാം ഘട്ടം എന്നുള്ള നിലയിൽ ലോകത്തിലെ 59 രാജ്യങ്ങളിലേക്കായി 59 പ്രതിനിധികളെ ലോകരാജ്യങ്ങളിലേക്കായി 32 രാജ്യങ്ങളിലേക്കായി നമ്മുടെ പ്രധാനമന്ത്രി ഡെലിഗേഷനായിട്ട് അയച്ചു. ജോൺ ബ്രിട്ടാസ് ഉണ്ട്, ശശി തരൂരുണ്ട്, E.T. മുഹമ്മദ് ബഷീർ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അതിൽ കനിമൊഴിയുമുണ്ട്. ഇവർ സ്പാനിഷിലാണ് പോയത്. 5 രാജ്യങ്ങൾ വിധമാണ് ഓരോരുത്തർക്കുമൊക്കെ കൊടുത്തത്. അമേരിക്കയ്ക്കൊക്കെ ആയിരുന്നു പ്രധാനപ്പെട്ട രാജ്യങ്ങളൊക്കെയാണ് നമുക്ക് ശശി തരൂരിനൊക്കെ കിട്ടിയത്. പക്ഷേ അവിടെ ഇന്ത്യൻ സമൂഹവുമായും അവിടുത്തെ അംബാസഡർമാരുമായും വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻവൈറ്റഡ് ആഡിയൻസുമായി, ഉദ്യോഗസ്ഥ തലത്തിലും പൊളിറ്റിക്കൽ തലത്തിലൊക്കെ ഉള്ള ഇൻവൈറ്റഡ് ആഡിയൻസിനോടാണ് സംസാരിക്കുന്നത്. സ്പാനിഷിൽ പോയി നമുക്ക് ഇന്ത്യൻ ഭാഷകളിൽ സംസാരിക്കാം, ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെ സംസാരിക്കാം, ട്രാൻസ്ലേഷനൊക്കെ ഉണ്ട്. അവിടെ ചെന്ന് കനിമൊഴി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് സദസ്സിൽ നിന്നൊരു ചോദ്യം വരുന്നത്, നിങ്ങളുടെ നാഷണൽ ലാംഗ്വേജ് എന്ത്? ചോദിച്ച ആളിനൊരു ദുരുദ്ദേശമുണ്ട് ചിലപ്പോൾ. കാരണം ഇന്ത്യ ഹിന്ദി, ഇംഗ്ലീഷ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന പോലെ മറ്റ് മാതൃഭാഷകളും പ്രൊമോട്ട് ചെയ്യുന്നു. അപ്പോൾ തമിഴ്നാട്ടുകാരാണെങ്കിൽ ഹിന്ദി പഠിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു നിലപാടെടുത്തിട്ടുള്ളൊരു സംസ്ഥാനം കൂടിയാണ്. അപ്പോൾ അവിടെ നിന്ന് വരുന്ന കനിമൊഴി ഒരു കോൺട്രവേഴ്സ്യൽ ടോക്ക് പറയാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു വേർഡ് കിട്ടുമോ അവരിൽ നിന്ന്? കിട്ടുകയാണെങ്കിൽ അതൊരു വൈറലാക്കി ഒരു കോൺട്രവേഴ്സ്യൽ ക്യാരക്ടറാക്കി കനിമൊഴിയെ മാറ്റാമെന്നുള്ള ഒരു ദുശ്ചിന്തയും ഉണ്ടോ എന്ന് ചോദ്യകർത്താവിൻ്റെ ചോദ്യത്തെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അത് അവിടെ നിൽക്കട്ടെ, അവർ സതുദ്ദേശത്തോടു കൂടി തന്നെയാണ് ചോദ്യം വന്നതെന്ന് വിചാരിക്കാം. എന്തായാലും കനിമൊഴിയോട് ചോദിച്ചപ്പോൾ കനിമൊഴി എത്ര മനോഹരമായിട്ടാണ് അതിന് ഉത്തരം പറഞ്ഞത്. ഞങ്ങളുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയാണ്, നാനാത്വത്തിലെ ഏകത്വമാണ്. ഞങ്ങൾ ആയിരക്കണക്കിന് ഭാഷയുള്ളവരാണ്, നൂറുകണക്കിന് ജാതിയിൽ വിശ്വസിക്കുന്നവരാണ്, മതമുള്ളവരാണ്. ഞങ്ങൾക്ക് 33 കോടി അല്ല, ഇപ്പോൾ 140 കോടി ദൈവങ്ങളുണ്ട്. ഞങ്ങൾക്ക് അമ്പലമുണ്ട്, പള്ളിയുണ്ട്, പിന്നെ മുസ്ലിം പള്ളിയുണ്ട്, ചർച്ചുകളുണ്ട്. ഭാഷയിൽ ഞങ്ങൾ വ്യത്യസ്തരാണ്, വേഷവിധാനങ്ങളിൽ വ്യത്യസ്തരാണ്. ഞങ്ങൾക്ക് വടക്ക് ഹിമാലയ സാനുക്കളുണ്ട്, തെക്ക് കന്യാകുമാരിയുണ്ട്, കടലിൻ്റെ സാമീപ്യമുള്ള കേരളം പോലുള്ള, ഗോവ പോലുള്ള സംസ്ഥാനങ്ങൾ, ബോംബെ പോലുള്ള സ്ഥലങ്ങൾ ഞങ്ങളിലുണ്ട്. അപ്പോൾ കടലിൻ്റെ അടുത്ത് മുതൽ ഹിമാലയ സാനുക്കൾ വരെ കിടക്കുന്ന ആസേത് ഹിമാചലം, കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഞങ്ങളുടെ കയ്യിലുണ്ട്. അവിടെയെല്ലാം വളരെ വ്യത്യസ്തരായ ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, സിഖുകാർ, ജൈനന്മാർ, ബുദ്ധന്മാർ, അങ്ങനെ എത്രയോ മതക്കാർ, ഇതിലൊന്നും വിശ്വസിക്കാത്തവർ, നാസ്തികർ, ആസ്തികർ, എല്ലാവരുമുള്ള മനോഹരമായൊരു ഭൂമിയാണ് ഭാരതം. ഇത് ഒരു കാലത്ത് സ്വാമി വിവേകാനന്ദൻ ഇതുപോലെ ചിക്കാഗോയിൽ ചെന്നൊരു പ്രസംഗം നടത്തിയിരുന്നു. സന്യാസിമാരുടെ ഒരു മതസമ്മേളനത്തിൽ സംസാരിച്ചിരുന്നു. അന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെന്നുള്ള ഒറ്റ അഭിസംബോധന കൊണ്ട് ലോകത്തിൻ്റെ കയ്യടി വാങ്ങി. ആ കയ്യടിച്ചപ്പോൾ വീണ്ടും മതങ്ങളുടെ മാതാവായ ഹിന്ദു മതത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്, ആ നാട്ടിൽ നിന്നാണെന്നൊക്കെ പറഞ്ഞ് സ്വാമി വിവേകാനന്ദൻ ആ ജനതയെയും ലോക ജനതയെയും കയ്യിലെടുത്തു. എത്ര മനോഹരമാണ് അന്നത്തെ ആ ചിക്കാഗോ പ്രസംഗം. അതിനെ അനുസ്മരിപ്പിക്കും വിധം ഇന്നിപ്പോൾ ഒരു വനിത, അതും കനിമൊഴി, അവർക്ക് തമിഴ്നാട്ടിൽ DMK ആണോ, അഴിമതിയുണ്ടോ, അല്ലെങ്കിൽ അവർ അതെല്ലാം മാറ്റിവെക്കുക, രാജ്യസഭ MP എന്നുള്ള നിലയിൽ അവർ വളരെ മനോഹരമായി ഈ വിഷയം അവതരിപ്പിച്ചു. ഇത് കേട്ടുകൊണ്ടിരുന്ന സദസ്സ് നിർത്താതെ കൈയടിക്കുന്ന വീഡിയോ ഇന്ന് ലോകമാകെ വൈറലാണ്. അതുതന്നെയാണ് ഭാരതം. 2000 വർഷത്തിൻ്റെ മർദ്ദനമേറ്റിട്ടും ഇവിടെ ആദ്യം വന്നവർ എന്ന് പറഞ്ഞ് ഇപ്പോൾ ആഫ്രിക്കയിൽ നിന്നാണ് എല്ലാവരും വന്നതെന്നുള്ള പഠനങ്ങളുണ്ടല്ലോ. അങ്ങനെ ആയിക്കോട്ടെ, ആഫ്രിക്കയിൽ നിന്നാണ് വന്നതെങ്കിലും ആദ്യമുണ്ടായിരുന്നവർ ഇന്ത്യക്കാർ എന്നുള്ള നിലയിൽ, സിന്ധു നദിയുടെ തീരത്ത് വസിക്കുന്നവർ എന്ന നിലയിൽ ഹൈന്ദവ സംസ്കാരം കൊണ്ടുപോയവരാണ്. ആ ആർഷഭാരത ഭൂമിയിലേക്കാണ് ആദ്യം മുസ്ലിങ്ങൾ വരുന്നു. അത് ഇൻവേഷൻ്റെ രൂപത്തിൽ വരുന്നു, അധിനിവേശത്തിന് വരുന്നു, ഇവിടെ താമസിക്കാനും വരുന്നു. അവരെയും 2 കൈ നീട്ടി സ്വീകരിച്ചു. അത് കഴിഞ്ഞ് ക്രിസ്ത്യാനികൾ മതപ്രചരണത്തിന് വന്നു, താമസിക്കാനും വന്നു, അവരെയും സ്വീകരിച്ചു. ഇവിടെ ബുദ്ധമതമുണ്ടായി, ജൈനമതമുണ്ടായി, കുറേ പേർ പിന്നെ പഞ്ചാബികളുടെ സിഖ് മതമുണ്ടാക്കി, അതുപോലെ തന്നെ വൈഷ്ണവ മതമുണ്ടാക്കി, ശൈവ സമ്പ്രദായമുണ്ടാക്കി. ഇഷ്ടമുള്ളതുപോലെ മതങ്ങളുണ്ടാക്കാനും മതങ്ങളിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും, ഇഷ്ടമുള്ള ആഹാരം കഴിക്കാനും ആഹാരം കഴിക്കാതിരിക്കുവാനും, തപസ് ചെയ്യുവാനും പട്ടിണി ചെയ്യുവാനും യോഗ ചെയ്യുവാനും എല്ലാറ്റിനും സ്വാതന്ത്ര്യമുള്ള മനോഹരമായൊരു ഭൂമി, ഒരു ഭൂമിക ഈ ലോകത്തുണ്ടാവില്ല. അത്ര മനോഹരമായ, ഇവിടെ ദാരിദ്ര്യമുണ്ട്, പട്ടിണിയുണ്ട്, ശരിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമാണ്. നമുക്കിവിടെ ചേരികളുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, വെള്ളത്തിനും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ ഉള്ളപ്പോഴും വലിയൊരു നൈതികതയുള്ള, ഒരു സത്യസന്ധതയുള്ള, ഒരു ധാർമ്മികതയുള്ള, ഒരു ജനാധിപത്യ ബോധമുള്ള ഒരു ജനതയാണ് നമ്മളെന്ന് ഒരിക്കൽ കൂടി ലോകത്തിൻ്റെ മുന്നിൽ നാം വിളിച്ചു പറഞ്ഞിരിക്കുന്നു.
അതിന് കനിമൊഴി കാരണക്കാരിയായി എന്നുള്ളത് വളരെ മനോഹരമാണ്. അല്ലെങ്കിൽ അവർക്ക് തമിഴ് ഭാഷയാണ്, ഞങ്ങൾ ഹിന്ദിയാണ് അവിടെ മോഡി പ്രൊമോട്ട് ചെയ്യുന്നത്, ഞങ്ങൾ തമിഴ് പറയുന്നു, അല്ല ഇംഗ്ലീഷ് എന്നൊക്കെ പറഞ്ഞ് അവർക്ക് വേറെ രൂപത്തിൽ അതിനെ ഒരു കൾട്ട് ഉണ്ടാക്കാമായിരുന്നു. പക്ഷേ അതിനപ്പുറം നാനാത്വത്തിൽ ഏകത്വമാണ്, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയാണ് ഞങ്ങളുടെ ഭാഷ. ഞങ്ങൾക്ക് ലോകത്തോട് പറയുവാനുള്ളത്, ഇന്ത്യയെ നിങ്ങൾ കാണേണ്ടത് ഒരു മതരാജ്യമായോ ഒരു രാഷ്ട്രീയ രാജ്യമായോ ഒന്നുമല്ല. നിങ്ങൾ ഈ ഭൂമിയിലെ സ്വർഗം കാണാൻ, ഒരു യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി കാണാൻ ഭാരതത്തിലേക്ക് വരിക എന്ന് പറയുന്നത് മനോഹരമാണ്. എന്തായാലും കനിമൊഴിക്ക് ഒരു ബിഗ് സല്യൂട്ട്.